CPIM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങിയതോടെ 2 ജില്ലകളിലെ സെക്രട്ടറിമാരാണ് CPIM സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത്. കണ്ണൂരിൽ നിന്ന് MV ജയരാജനും എറണാകുളത്ത് നിന്ന് CL മോഹനും ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നതോടെ ആ സ്ഥാനത്തേക്ക് ആരാകും എത്തുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒപ്പം വി റസലിന്റെ മരണത്തോടെ ഒഴിഞ്ഞുകിടക്കുന്ന കോട്ടയത്തും പുതിയ ജില്ലാ സെക്രട്ടറി എത്തും. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂരും എറണാകുളത്ത് നിന്ന് സഹിൻ ആന്റണിയും കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശും ചേരുകയാണ്. ആദ്യം സഹിനിലേക്ക് പോയാൽ, സഹിൻ, കൊച്ചിയിൽ ആർക്കാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്? എന്താണ് നമ്മളുടെ ഒരു വിലയിരുത്തൽ? ലക്ഷ്മി, അതായത് ഒരു കാലഘട്ടത്തിൽ CPM-ന്റെ വിഭാഗീയതയുടെ ഈറ്റില്ലമായിട്ടാണ് എറണാകുളം ജില്ല അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ അതെല്ലാം മാറി എറണാകുളം ജില്ലയിൽ CPM-നെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോയത് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായി വന്നിരുന്ന CN മോഹനാണ്. CN മോഹന് ഇത് 3ാം തവണയാണ് അദ്ദേഹം ജില്ലാ സെക്രട്ടറിയായി വന്നത്. ഒപ്പം തന്നെ അദ്ദേഹം സംസ്ഥാന സമിതി അംഗം കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ 3ാം തവണ അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുത്തത്. സ്വാഭാവികമായി എറണാകുളം ജില്ല വിഭാഗീയത ഒന്നുമില്ലാതെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ കരുത്തായ ഒരു ജില്ല കൂടിയായിരുന്നു. അവരുടെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി, കരുത്തുറ്റ ഒരു ജില്ലാ സെക്രട്ടറി, സംസ്ഥാനത്ത് തന്നെ എടുത്തു പറയേണ്ട ഒരു ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്നു CN മോഹനൻ. അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ അദ്ദേഹം ജില്ലയിൽ നിന്ന് പോകുമ്പോൾ 3 പേർക്കാണ് പ്രധാനമായിട്ടും സാധ്യത കാണാൻ കഴിയുക. ഒന്ന്, CPM-ന്റെ നിലവിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, സംസ്ഥാന സമിതി അംഗവുമായിട്ടുള്ള സതീഷ് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്നു. എറണാകുളത്തെ DYFI ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ജില്ലയുമായി അടുത്ത ബന്ധമുള്ള ഒരാളാണ് സതീഷിന് വലിയ സാധ്യത ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കാണുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊന്ന് അനിൽകുമാറാണ്. അനിൽകുമാർ CPM-ന്റെ ഇപ്പോൾ സംസ്ഥാന സമിതി ഈ വട്ടമാണ് അദ്ദേഹം സംസ്ഥാന സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. CPM-ന്റെ നിലവിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് അനിൽകുമാർ. ഒപ്പം തന്നെ ജില്ലയുമായി അടുത്ത ബന്ധമുള്ള ഒരാൾ, കൊച്ചി നഗരവുമായി ആഴത്തിൽ ബന്ധമുള്ള ഒരാൾ, മാത്രമല്ല പാർട്ടിക്കാർക്കിടയിൽ വലിയ സമതനാണ്. സതീഷും പാർട്ടിക്കാർക്കിടയിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു നേതാവാണ്. ഒപ്പം തന്നെ അതുപോലെ തന്നെ അംഗീകരിക്കപ്പെടുന്ന ഒരു നേതാവാണ് അനിൽകുമാർ. CPM-ന്റെ ഇപ്പോൾ സംസ്ഥാന സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ 25 വർഷത്തെ പാരമ്പര്യം എടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ 25 വർഷത്തെ ചരിത്രം CPM-നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ CPM-ന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിമാരായി വന്നിട്ടുള്ളത് സംസ്ഥാന സമിതി അംഗങ്ങളാണ്. CN മോഹൻ ആയിക്കൊള്ളട്ടെ, P രാജീവ് ആയിക്കൊള്ളട്ടെ, ദിനേശ് മണി ആയിക്കൊള്ളട്ടെ, അങ്ങനെ 25 വർഷം ഗോപി കോട്ടമുറിക്കൽ, അങ്ങനെയുള്ള നേതാക്കളെ എല്ലാവരും തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാന സമിതി അംഗമായിട്ടിരുന്ന ആളുകളാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറിമാരായി വന്നിട്ടുള്ളത്. ഈ 2 പേർക്കുമാണ് പ്രധാനമായിട്ടും സാധ്യത മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ മറ്റൊരു സാധ്യത കാണാൻ കഴിയുന്നത് PR മുരളീധരനാണ്. CPM-ന്റെ എറണാകുളത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് PR മുരളീധരൻ. പക്ഷേ PR മുരളീധരൻ സംസ്ഥാന സമിതി അംഗമല്ല. അങ്ങനെ ഒരു പോരായ്മ അദ്ദേഹത്തിനുണ്ട്. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിലും ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തകർക്കിടയിലും സമ്മതനായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്. മറ്റൊരാൾ ജോൺ ഫെർണാണ്ടസ് ആണ്. അദ്ദേഹവും CPM-ന്റെ എറണാകുളത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അങ്ങനെ നിലവിൽ 4 പേർക്ക് സാധ്യതയുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മുഖ്യമായ സാധ്യത കാണുന്നത് സതീഷിനാണ്. സതീഷിൻ്റെ സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെടാവുന്ന, അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നു വരാൻ കഴിയുന്ന പാർട്ടിക്കാർക്കിടയിൽ സമ്മതനായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്, അല്ലെങ്കിൽ സഖാവ് കൂടിയാണ്. അതോടൊപ്പം തന്നെ വലിയൊരു സാധ്യതയുള്ള ഒരു നേതാവ് അനിൽകുമാറാണ്. കൊച്ചിയിലെ മേയറാണ് നിലവിൽ അനിൽകുമാർ. എന്നാൽ തന്നെയും അനിൽകുമാറിന് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വലിയ സാധ്യതയുണ്ട്. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. എറണാകുളത്ത് ഇങ്ങനെ നിരവധി സാധ്യതകൾ ഉണ്ട്. നമുക്ക് മുന്നിൽ ഇപ്പോൾ കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ ചേരുന്നു. നിഖിൽ, MV ജയരാജന് പിൻഗാമിയായി ആരെത്തും എന്നുള്ളത് ഇതിനോടകം തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. TV രാജേഷിൻ്റെ, KK രാഗേഷിൻ്റെ ഒക്കെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആർക്കാണ് മുൻതൂക്കം? എന്താണ് സാധ്യതകൾ? ലക്ഷ്മി പത്മ, കണ്ണൂരിൽ MV ജയരാജന് ശേഷം CPIM-നെ ആര് നയിക്കാൻ പോകുന്നു എന്നുള്ളത് വളരെ സജീവമായ ചർച്ച തന്നെയാണ്. പ്രധാനമായും 3 പേരുകളാണ് പരിഗണനയിലുള്ളത്.
അതിലൊന്ന് TV രാജേഷാണ്. നേരത്തെ MV ജയരാജൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചയാളാണ് TV രാജേഷ്. മറ്റൊന്ന് KK രാഗേഷാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് നിലവിൽ അദ്ദേഹം ഉള്ളത്. ഇതിൽ ഈ 2 പേർ കഴിഞ്ഞാൽ മൂന്നാമത് പരിഗണിക്കപ്പെടുന്ന പേര് M പ്രകാശിൻ്റേതാണ്. M പ്രകാശിന് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം M പ്രകാശിനെ ഇത്തവണ പുതുതായി സംസ്ഥാന സമിതിയിലേക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് M പ്രകാശിനെ പരിഗണിക്കാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് അങ്ങനെയൊരു സ്ഥാനത്തേക്ക് സംസ്ഥാന സമിതിയിലേക്ക് M പ്രകാശിനെ തിരഞ്ഞെടുത്തത് എന്ന തരത്തിലുള്ള ഒരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ പ്രകാശനിലേക്ക് പേരെത്തുന്നില്ല എങ്കിൽ KK രാഗേഷിനാണ് പിന്നീട് പരിഗണന വരിക എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ KK രാഗേഷ് അത്തരത്തിൽ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മാറേണ്ടി വരും. അങ്ങനെയെങ്കിൽ അവിടത്തേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മറ്റൊരാളെ കണ്ടെത്തേണ്ടതുണ്ട്. ആ നിലയ്ക്കാണ് അവിടെ KK രാഗേഷിൻ്റെ സാധ്യതകളുള്ളത്. TV രാജേഷിനെ സംബന്ധിച്ചിടത്തോളം തുലോം സാധ്യത കുറവ് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. M പ്രകാശൻ സെക്രട്ടറിയായി എത്താനുള്ള ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ വെച്ച് മനസ്സിലാക്കുന്നത് അതാണ്. കാരണം TV രാജേഷ് ആയാലും KK രാഗേഷ് ആയാലും ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ 2 പേരെയും നേരത്തെ പല ഘട്ടങ്ങളിൽ പരിഗണിച്ചതാണ്. ഇത്തവണ തന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് TV രാജേഷിൻ്റെ പേര് സജീവമായി പരിഗണനയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിലാണ് അത് മാറുന്നതും MV ജയരാജൻ തന്നെ ജില്ലാ സെക്രട്ടറിയായി തുടരട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുന്നതും. MV ജയരാജനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ ഒരു ഏകദേശം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന പാർട്ടിയെ വീണ്ടും അതിനെ ഒരു സജീവമാക്കി കൊണ്ടുവരുന്നതിന് നിരന്തരം MV ജയരാജൻ്റെ നേതൃത്വത്തിൽ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അങ്ങനെ പാർട്ടിയെ വീണ്ടും സജീവമാക്കുന്നതിന് സാധിച്ചു തുടങ്ങിയ കാര്യങ്ങൾ MV ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുതന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് MV ജയരാജന് വഴി തുറന്ന് നൽകിയതും. മാത്രമല്ല നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം MV ജയരാജൻ്റെ പ്രവർത്തനങ്ങൾ അത് മികച്ച പ്രവർത്തനമായിരുന്നു. ഭരണം കൃത്യമായി മുന്നോട്ട് പോകുന്ന തരത്തിലേക്ക് MV ജയരാജൻ്റെ ഇടപെടലുകൾ കൊണ്ട് സാധിച്ചു തുടങ്ങിയ വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് MV ജയരാജൻ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്നത്. സ്വാഭാവികമായ മാറ്റം അപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് വരും. ഈ 3 പേരുകളാണ് M പ്രകാശൻ, KK രാഗേഷ്, TV രാജേഷ് എന്നീ 3 പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ M പ്രകാശൻ, KK രാഗേഷ് എന്നിവരിലേക്ക് എത്താനുള്ള സാധ്യത തന്നെയാണ് കാണുന്നതും. ഇനി ഇവർ 3 പേരല്ലാതെ മറ്റൊരു പേരുള്ളത് N ചന്ദ്രൻ്റെയാണ്. N ചന്ദ്രൻ്റെ പേര് അത്ര സജീവമായി പരിഗണനയിലില്ലെങ്കിൽ പോലും അവസാന നിമിഷങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ സമവാക്യങ്ങളിലൊക്കെ മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യം വന്നാൽ N ചന്ദ്രൻ്റെ പേര് കൂടി പരിഗണിക്കപ്പെട്ടേക്കാം എന്ന ഒരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. നിഖിൽ അളവൂറാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. കോട്ടയത്ത് AV റസലിന്റെ മരണത്തോടെ ഒഴിഞ്ഞു കിടക്കുകയാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനം. അവിടേക്ക് ആരെത്തും എന്നത് സംബന്ധിച്ചും വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശാണ് ചേരുന്നത്. ഗോകുൽ, AV റസലിന് പിറകെ ആരെത്തും എന്നുള്ളത്, ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആരെത്തും എന്നത് വലിയ ചർച്ചയാണ്. ആരുടെ പേരുകളൊക്കെയാണ് ഉയർന്നു കേൾക്കുന്നത് ഈ ഘട്ടത്തിൽ? ലക്ഷ്മി, കോട്ടയം ജില്ലയിൽ CPM-ന് AV റസലിന് പിന്തുടർച്ചക്കാരനായിട്ട് നിലവിൽ 4 നേതാക്കളുടെ പേരുകളാണ് പാർട്ടി നേതൃത്വം പരിഗണിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം CITU നേതാവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിട്ടുള്ള TR രഘുനാഥിൻ്റെ പേര് തന്നെയാണ് പ്രഥമ പരിഗണന എന്നുള്ള രീതിയിൽ പാർട്ടി കണക്കാക്കുന്നത്. അതുകൂടാതെ തന്നെ മുതിർന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള PK ഹരികുമാർ, അതോടൊപ്പം തന്നെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള അനിൽകുമാർ, അതോടൊപ്പം തന്നെ CPM KM രാധാകൃഷ്ണൻ, CITU നേതാവായിട്ടുള്ള K രാധാകൃഷ്ണൻ അടക്കമുള്ള 4 നേതാക്കളുടെ പേരുകളാണ് ഇത്തരത്തിൽ പരിഗണനാ പട്ടികയിൽ CPM ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അതിൽ തന്നെ പ്രധാനമായിട്ടും TR രഘുനാഥ് തന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ളതിൻ്റെ ഏറെക്കുറെ ധാരണയായിട്ടുള്ളതായിട്ടാണ് നമുക്ക് സൂചനകൾ ലഭ്യമാകുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പൂർത്തിയായിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിലും അടക്കം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടുണ്ട്. TR രഘുനാഥിനെ തന്നെ ആ സ്ഥാനം ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച തന്നെ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം, ജില്ലാ സെക്രട്ടറി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് സൂചന ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. TR രഘുനാഥൻ ജില്ലയിലെ സുപരിചിതനായിട്ടുള്ളൊരു നേതാവ് കൂടിയിട്ടാണ്. ഏറെ നാളായിട്ട് കോട്ടയം ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ചുമതലയിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. ഒപ്പം ഏറെ നാളായിട്ട് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയിട്ടാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ആ ജില്ലയിലെ മേഖലകളൊക്കെ തന്നെ സുപരിചിതമായതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർക്കും മറ്റ് എതിർപ്പുകളില്ലാത്തൊരു നേതാവായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തന്നെയായിരിക്കും ഒരുപക്ഷെ ജില്ലാ സെക്രട്ടറി എന്നുള്ള സ്ഥാനത്തേക്ക് പാർട്ടി നിർദ്ദേശിക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന ഒരു സൂചന നമുക്ക്
പറയാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ആരായാലും ആ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ നിർണായകമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ വിഭാഗീയത അടക്കം രൂക്ഷമായി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് പാർട്ടിക്കുള്ളിൽ മാത്രമല്ല, അത് മുന്നണിക്കുള്ളിലേക്കും വലിയ വിഭാഗീയതയൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കോട്ടയം ജില്ലയിൽ ഇടതു മുന്നണിക്കുണ്ട്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മും അതോടൊപ്പം തന്നെ CPM ഒക്കെ തന്നെ പരസ്പരം ഇടഞ്ഞു നിൽക്കുന്ന പല മേഖലകളും ജില്ലയ്ക്കുള്ളിൽ ഉണ്ട്. പ്രത്യേകിച്ച് മുന്നണിക്കുള്ളിൽ കേരള കോൺഗ്രസ് എമ്മിന് അമിത പ്രാധാന്യം നൽകുന്നു എന്നുള്ള ആരോപണം CPI അടക്കമുള്ള മറ്റ് ഘടകകക്ഷികൾക്ക് ഉണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് നടന്ന തർക്കമടക്കം അതിൽ പ്രകടമായിട്ട് ഉദാഹരണമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കുന്നു. അതിനെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് പാർട്ടിയെ സജ്ജമാക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വമായിരിക്കും ഇനി വരാനിരിക്കുന്ന ജില്ലാ സെക്രട്ടറിക്ക് മുന്നിൽ എന്തായാലും നിലനിൽക്കുന്ന ചുമതല എന്ന് പറയുന്നത്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആണ് ഏറ്റവും പ്രഥമമായിട്ടും വരാനിരിക്കുന്ന ഒരു പ്രധാന പരിപാടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ മുൻനിർത്തി അതിനെ കൃത്യമായിട്ട് ചലിപ്പിക്കാൻ സാധിക്കുന്ന ഒരു നേതാവിനെ തന്നെയായിരിക്കും ആ സ്ഥാനത്തേക്ക്, ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും പാർട്ടിയുടെ വിവിധ ഘട്ടങ്ങൾ വിവിധ തലങ്ങളിൽ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് 4 പേരുകൾ പരിഗണനാ ലിസ്റ്റിലേക്ക് വന്നത്. അതിൽ ഏറ്റവും പ്രഥമ പരിഗണന എന്നുള്ള നിലയിൽ TR രഘുനാഥിൻ്റെ പേര് തന്നെയാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള സൂചനയും പുറത്തു വന്നിട്ടുണ്ട്. ലക്ഷ്മി. ഗൂഗിൾ രമേശാണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. എറണാകുളം ജില്ലയിലും എറണാകുളത്തും അതുപോലെ തന്നെ കണ്ണൂരും കോട്ടയത്തും ആരാകും ജില്ലാ സെക്രട്ടറി എന്നുള്ളതിൽ വലിയ ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, സാധ്യതകൾ ഒക്കെയാണ് പങ്കുവച്ചത്.